നമ്മൾ നൈസായിട്ട് നമ്മുടെ തോട്ടത്തിൻ്റെ ഈ റബ്ബർ തോട്ടത്തിലെല്ലാം വന്നേ. അപ്പം നമ്മൾ ഇവിടെ ഒരു മാവ് നിൽക്കുന്നത്, ആ മാവിൽ നിന്ന് നമുക്ക് മാവ് കണ്ണിമാങ്ങയല്ലേ അമ്മേ? കണ്ണിമാവ് ഇഷ്ടം പോലെ മാങ്ങ ചത്തിടും കാണിച്ചത് ഇതുണ്ടോ, കാണിച്ചുകൊണ്ട് വരുമ്പോൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇത് ഫുള്ള് മാങ്ങയാണ്, ഫുള്ള് മാങ്ങ. ഇവിടെ ഫുള്ള് സൂപ്പർ മാങ്ങയാ, കണ്ടോ കണ്ടോ ഇത് മാങ്ങ. നമുക്ക് ഇതിന് ഒത്തിരി പറക്കെടുക്കാം. നമുക്ക് കിട്ടിയത് കാണിച്ചു തരാം, കിട്ടിയത് കാണിക്കാം. നമ്മൾ തോർത്തിലെടുത്താണ് കണ്ടോ, ഇഷ്ടം പോലെ. നമ്മൾ ഓരോരുത്തർ വളർത്തിയിട്ട് ഇത് അല്ലേ അമ്മേ, അല്ലേ? അതിൽ നിന്ന് വലിയതായിട്ട് കായ്ക്കത്തില്ല, പക്ഷെ ഇത് തോട്ടത്തിൽ നിന്നിട്ട് ഇഷ്ടം പോലെ വാങ്ങാം. നമുക്ക് അവിടെ നിന്ന് പോയി ഒക്കെ നോക്കാം നമുക്ക് എവിടെയൊക്കെ ഉണ്ട് അമ്മ. ഇവിടെ ഇവിടെ ഒക്കെ അതെ കിടക്കുന്നു. നമുക്ക് ഈ കുഞ്ഞിനെ നോക്കി എടുത്തിട്ട് കാര്യമില്ല, മുഴുത്തതും അല്ലേ അമ്മേ? കുഞ്ഞിതാ അല്ലേ, കുഞ്ഞിതും വല്ല കുഴപ്പമില്ലാത്ത. കടിച്ചു നോക്കിയാൽ നല്ല പൊളിയാ. സ്വർഗം കണ്ടുപോയി. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി നേരെ അച്ചാറിടാനെല്ലാം ഉപയോഗിക്കാം അല്ലേ? ഇപ്പോൾ കണ്ണിമാങ്ങ സീസണാണ്, വെറൈറ്റി അല്ലേ? കണ്ണിമാങ്ങ സീസണ്. ഇത്രയൊക്കെ പൊഴിയോ? ഇത് കൊള്ളത്തില്ല, കണ്ടോ? കുഴപ്പമില്ല. ഇത് കണ്ടോ കണ്ടാ മാങ്ങ ഇത്രയൊക്കെ ഞങ്ങൾ ചുമ്മാ ഇപ്പോഴും വീണമ്മേ, ഇപ്പോഴും വീണോണ്ടിരിക്കുമോ ഓരോ കാറ്റ്. ഇത് ഇവിടെയൊക്കെ മാങ്ങയായിട്ട് മാങ്ങ ഇങ്ങനെ പൊഴിഞ്ഞത്. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണിച്ചോണ്ടിരുന്ന് വാരിയതാ. ഇത് കണ്ട ഞങ്ങൾ വാരിയതെല്ലാം ഈ ഞങ്ങൾ തോർത്തിലിടുക. നമ്മൾ ചുമ്മാ അമ്മയ്ക്ക് അറിയാമല്ലോ, നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് നടന്നിറങ്ങിയതാ. അത് തന്നെ. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇഷ്ടം പോലെയാണ്. ദേ കിടക്കുന്നു ഇഷ്ടം പോലെ. നമ്മളൊക്കെ ഈ മാങ്ങയുടെ പുറത്താണ് ചവിട്ടിയിരിക്കുന്നത്, അത്രത്തോളം മാങ്ങയാണ്. അച്ചാറാ ഇവിടെ ഫുള്ള് മാങ്ങ കേട്ടോ. ഉണ്ട് ഫുള്ള്. അമ്മ പിന്നെ കടയിൽ നിന്നൊക്കെ മുഴുത്ത് കിട്ടും, നല്ലത്. ഇതുണ്ട്. ഇത് നോക്ക്, ചെറുതാണെങ്കിലും ഇത് ലാഭമല്ലേ അമ്മേ? ലാഭമല്ലേ? പക്ഷെ നമ്മളിവിടെ വന്നോണ്ട് ഇത് ലാഭമായി. ഇങ്ങോട്ട് വന്നേ ഇവിടെ. അപ്പം അമ്മ അവിടെ തപ്പിക്കോ, ഇവിടെ. കൈ നോക്ക, കൈ ഇങ്ങനെ ഉള്ളം കൈ നിറഞ്ഞിട്ട് മാങ്ങ ഒലിച്ചു പോകുന്നു. ഇത് കൈ നോക്കപ്പോ അതേണ്ട് കിടക്കുന്നു. കുഴപ്പമില്ലല്ലേ? നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവത്തില്ലല്ലേ? വീട്ടിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദേണ്ട് കിടക്കുന്നത്. ഇത് കണ്ടോ കേട്ടോ, നമ്മൾ നടക്കുവാണെങ്കിൽ ഇതിൻ്റെ പുറത്തൂടെ ഉറപ്പായിട്ട് ചവിട്ടും. അത് തന്നെ. ഇതുണ്ടോ ഇതല്ലേ അമ്മേ? അയ്യോ ഏതാ മാവ്? ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഞാൻ ആദ്യം ഇതാ കാണിച്ചേ. കുഴപ്പമില്ല. അവിടെ ഇത് മാവല്ലേ? ഇതോ അത് മാവ്. എന്നാ അത് തന്നെ ഈ വലുത്. ഈ പരുവം ഇത് വിളയാൻ ഒത്തിരി എന്നും ഇപ്പൊ തപ്പിയ നമുക്ക് ഉച്ചക്ക് വീട്ടിൽ പോവാം. ഇതൊക്കെ മാങ്ങ കേട്ടോ. നമ്മൾ മാങ്ങയെപ്പറ്റി പറഞ്ഞ് തീർക്കാൻ പറ്റാത്തോടത്തോളം മാങ്ങ. ഇവിടെ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ചവിട്ടിപ്പോയാൽ ഉറപ്പാണ് മാങ്ങയുടെ പുറത്ത് തന്നെ. നമ്മളിത് കാണത്തില്ല. ആദ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇല്ലേ, ഒരു മാങ്ങ ജസ്റ്റ് ഒന്ന് എനിക്ക് കിട്ടിയേ. അതെടുത്ത് ഞാൻ കടിച്ചു നോക്കിയപ്പം അമ്മ പറയുന്നത് ദാണ്ട്രാ ഇവിടെ കിടക്കുന്നു. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഇഷ്ടം പോലെ മാങ്ങ. എവിടെ നോക്കിയാലും ഇപ്പം എവിടെ നോക്കിയാലും മാങ്ങ. അതാ അതിൻ്റെ ഒരു കായ്ക്കത്തില്ല. ഇതൊക്കെ ഇറക്കണോ? അല്ല ഇതൊക്കെ എടുക്കണോ? എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ പറക്കെടുക്കും. എനിക്ക് ഏതാ മുഴുത്ത ഏതാ മുഴുക്കാത്ത ഏതാന്നും കണ്ടറിയില്ല. വലിയ കുഴപ്പമില്ല. അതിനകത്തിട്ട് വെയിലത്തുണക്കി നമ്മൾ കണ്ണിമാങ്ങ അച്ചാറ്, വെയിലത്ത് നല്ല പ്യൂറായിട്ട്. ഇവിടെ ഒക്കെ ഇങ്ങോട്ട് നോക്കും പഴുത്തിട്ട് ഇതായിട്ട് പോയി മാങ്ങ.
കണ്ടോ ശരിക്കും ഈ ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ് എന്താണെന്നറിയാം നല്ലതായിട്ട് കിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം. ഇവിടെ മാങ്ങാന്ന് പറയുമ്പോൾ മുഴുത്ത് കിടക്കുന്നു. അതാണ്ട് ഇതേണ്ടാ ഇരട്ട പറ്റിയത് പോലെ. പക്ഷേ കേടൊക്കെ ഉള്ളത് കേട്ടോ കാര്യമായിട്ട് അല്ല കേടല്ല കേട്ടോ മണ്ണ് പറ്റിയത്. നല്ല കണ്ടോ നല്ല ഫ്രഷ് മാങ്ങ. ഇനി ഇത് കൊണ്ടെടുക്കാം കൈ കവഞ്ഞു പറക്കി കേടാ ഒത്തിരി ഉണ്ട് കേട്ടോ. കേടാവാത്തതാണ് കറയുടെ ആണോ ഒന്നും അറിയത്തില്ല. ഓ ഇവിടെ ഒക്കെ അതാണ്ട് പിന്നെ ഇത് കണ്ടോ അമ്മയെ കൈ പിടിച്ച് ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ കിട്ടിയതാ കേട്ടോ. വെറുതെ വന്നതാ. എനിക്കറിയാം ഈ മാവ് അങ്ങനെ എല്ലാ കൊല്ലം കായ്ക്കത്തുള്ളൂ. അതന്നെ പണ്ട് പഴമുള്ളപ്പം മാമ്പഴം പറക്കാനായിട്ട് ഇവിടെ വരും. അതാണെങ്കിൽ പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത് ഇത്രയും അങ്ങ് പൊഴിഞ്ഞു പോകുന്നുള്ള ഓർമ്മയില്ല. ഇത് അമ്മ ഒത്തിരി ഇതായതാണോ? അല്ലല്ലോ നല്ലതല്ലേ. ഇതേ മാമ്പഴം പറക്കാൻ വരും. പോലെ മുഴുവൻ പൊഴിഞ്ഞു പോകാൻ തോന്നുന്നു. ആന്ന് ആൾക്കാരൊന്നും നോക്കാതെ. അല്ലല്ല ഓ നമ്മൾ ശിവരാത്രിയുടെ അന്നൊന്നും മഴ പെയ്തായിരുന്നു. നമുക്കിവിടെ കൂട്ടിയിടാം. കൈ കൊണ്ട് നടക്കുന്ന അത്ര ശരിയല്ല. ഓ പക്ഷേ ഇതെന്തോ പറ്റിപ്പോയി. നല്ല മാങ്ങയായിരുന്നു. അമ്മ ഇത് കൊള്ളൂ നോക്കി കേടായത് വേണ്ട. അപ്പം നമുക്ക് സുഭാഷ് അതായത് കളയാം. ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല അല്ലേ? വേണ്ട നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. നോക്കിയെടുത്തില്ലെങ്കിൽ പണി കൊടുക്കും. ഇതെന്തോ അമ്മ ഇത് ശരിക്കില്ല. ഇതെന്തോ പറ്റി വെളുത്തിട്ട് വെളുത്തെന്തോ അത് കുഴപ്പമില്ല. നമുക്ക് വീട് ചെന്നിട്ട് നോക്കാം. ഇത് ഞങ്ങളുടെ വീട് ഞങ്ങളെ കാണിച്ചു തരുവാണെങ്കിൽ വീട് ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങാളാ കാടും കയറി റബ്ബറും തോട്ടവും ഇവിടെ ഇട്ടിട്ടുണ്ട്. അമ്മ ഞങ്ങളാണെങ്കിൽ ഇതേ ഞങ്ങളുടെ വീട് അവിടെ. ഞങ്ങൾ ആ റബ്ബറും തോട്ടം എല്ലാം കയറി ഞങ്ങൾ ആറ്റുമാട്ട കാണിച്ചു തരാവേ. ആറ്റുമാട്ട അമ്മേ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി. ലാഭമായിപ്പോയി. അതെ ശരിക്കും ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കാണാൻ തോന്നും മണിമല ആറ്. ഞങ്ങളുടെ നേരെ വീടിന് ഫ്രണ്ടിലാട്ടോ. അതെ അങ്ങനെ ഇന്ന് ഇതിപ്പോൾ ഉണക്ക് വരുന്നതുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിനി മാങ്ങ വറക്കണം. അതാണ് ഇവിടെ ഒക്കെ മാങ്ങ കേട്ടോ. നമ്മളെവിടെ ചവിട്ടിയാലും മാങ്ങ. ഇപ്പോൾ ഇതൊക്കെ ഒത്തിരി പോയ മാങ്ങയുണ്ട് കേട്ടോ. അമ്മ ഞാൻ ഇട്ടത് എടുത്തായിരുന്നല്ലോ പറക്കി ഇട്ടത്. ഇവിടെയൊക്കെ നോക്കണേ മാങ്ങയോട് മാങ്ങ. ഓ അമ്മേ ഇതാ നോക്കിക്കേ കണ്ടാ ലാഭമായിപ്പോയി. ഞാൻ ഇത് ഇങ്ങോട്ട് ഇടുന്നുണ്ടേ. ഇവിടെ ഒരു ഇലയൊക്കെ നമുക്ക് ഇലയൊക്കെ പറിച്ച് സെറ്റാക്കി അങ്ങോട്ട് നമ്മളായിട്ട് ഫുള്ള് ഇതായിരിക്കും. കാടുന്നില്ല. നമ്മൾ മാങ്ങയും തപ്പി പോയി വല്ല പാമ്പിൻ്റെ കുത്ത് മേടിച്ചോണ്ട് വരും. ഫുള്ള് മാങ്ങ കേട്ടോ. ശരിക്കും പറഞ്ഞ തപ്പി മനുഷ്യൻ്റെ ഊപ്പാട് കഴിഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോ പേരും കണ്ടുപോകുന്നേ ഉള്ളൂ. ലൈക്കോ സബ്ബോ പോരാ. നമ്മളെ വീഡിയോയ്ക്ക് നോക്കുവാണെങ്കിൽ സബ്ബ് വളരെ കുറവാണ്. ലൈക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ഉഷാറാന്ന് പറയും. നമ്മൾ വീഡിയോക്ക് ഇച്ചിരി ഇത് കുറവാണ്. എന്താ സബ്ബ്. അപ്പം മാക്സിമം കണ്ടുപോകുന്നവർ വെറുതെ കണ്ടുപോകാതെ ഒന്ന് ഒക്കെ ചെയ്തിട്ട് പോകാം. അത്രേ ഉള്ളൂ. സബ് ചെയ്തിട്ട് ഓ ഇവിടെയൊക്കെ മാങ്ങ കേട്ടോ. ഇവിടെയൊക്കെ ഈ നമ്മൾ അവിടെ തപ്പിയപ്പോൾ ഇത്രയും മാങ്ങേ. ഇത്രയും മാങ്ങ. ഇനിയിപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ മൂട്ടിലോട്ട് പോവാണ്. നമ്മൾ കൂട്ടിയിട്ടത് ഇവിടെ. നമുക്കാണെങ്കിൽ മാങ്ങയൊക്കെ പറക്കിയിട്ട് ഇനിയിപ്പോൾ കാണാം. നമ്മളാണെങ്കിൽ അതെല്ലാം പറക്കി കൂട്ടിയിടുവാണേ. അപ്പം അമ്മ അവിടെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കുവാണ്. ഞാൻ ആ സമയം കൊണ്ട് വീട്ടിൽ പോയി ഒരു സഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ. അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ദൂരമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ നമുക്ക് പറക്കുന്നത് കാണാം. നമ്മളാണെങ്കിൽ അതിനിടയ്ക്ക് വീട്ടിൽ പോയി സഞ്ചിയൊക്കെ എടുത്തോണ്ട് വരും. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. മാക്സിമം ഒത്തിരിയായി. അത് പറക്കി തീർന്നില്ലെന്നുള്ളത്. അയ്യോ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ.
ഇനി നമ്മുടെ കൃഷിയുടെ വീഡിയോ ഇതിന് പുറകെ വരുന്നുണ്ട്. കുറേ വീഡിയോ നല്ലതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻ്റൊക്കെ ഇട്ട് അമ്മോ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കും കേട്ടോ. മാങ്ങയൊക്കെ കാണിച്ചു തരാം. അതാണ്ട് നമ്മൾ പറക്കിയ മാങ്ങ കേട്ടോ. ഇനിയും പറക്കുക. അമ്മ അവിടെ പറക്കിക്കൊണ്ടിരിക്കുവാണ്. ആ സമയം ഞാനിതെല്ലാം ടാക്കിൽ നിറയ്ക്കാൻ ഒരുവിധം മാങ്ങയൊക്കെ ആയി കേട്ടോ. അപ്പം നമ്മളത് നിറയ്ക്കുക. ഇതാർക്കെങ്കിലും കൊടുക്കാം, കുറച്ച് കൊടുക്കാം. ഇതാ കണ്ണിമാങ്ങ പരുവമുള്ള വേണ്ടല്ലോ. കണ്ണിമാങ്ങ പരുവത്തിനുള്ള ഇതാ. ഇത് നല്ല മണമൊക്കെ കർപ്പൂരമാങ്ങയുടെ കൂട്ടുള്ള മാങ്ങയാ കേട്ടോ. ഇത് കണ്ടോ, നല്ല എന്നാ മണമാണേ. ഇത് കണ്ടോ, കർപ്പൂരമാങ്ങയുടെ കൂട്ട്. കർപ്പൂരമാങ്ങയാ കണ്ടോ. എന്തോ മണമാ, മണപ്പിച്ചേ. നല്ല മണം, കുഴപ്പമില്ല. നല്ലൊരു നമ്മളവിടെ പറക്കി തീർന്നില്ലെന്നുള്ളതാ കേട്ടോ അമ്മേ. ഇനി എന്ത് കിടപ്പുണ്ടെന്നറിയോ, ഇഷ്ടം പോലെ അവിടെ കിടക്കുക. എന്തുണ്ട് ഇതിനകത്തെ കുറേയൊക്കെ നമുക്ക് തിരിഞ്ഞു പറക്കാം. അതെ, നല്ലത് മാത്രം എടുക്കാം. നല്ല കുറച്ചൊക്കെ ഉള്ളു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വീണിട്ട് ചതഞ്ഞ പാട് അതൊക്കെ നോക്കണം. ഇത് കറയുടെ പാട് ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വേണ്ട, കളഞ്ഞാൽ മതി അങ്ങ്. മുക്കാലും ഈ നല്ലതൊക്കെ, പിന്നെ ചെറുതൊക്കെ ഈ ചൂടിൻ്റെയാണ്, എന്താണെന്ന് അറിയത്തില്ല. അത് കണ്ടോ, ഇതിൻ്റെ തോർത്തലെല്ലാം കറയായി. സാരമില്ല, പോട്ടെ പോട്ടെ. നമ്മൾ ഇനി ഇതെല്ലാം വാരി അല്ലേ ചാക്കിലാക്കണം. ആറുകൂട്ടാ ഇതെങ്ങനെ സഞ്ചിക്കകത്തോട്ട് ഇങ്ങനെ തോർത്ത് കയറ്റി വെച്ചിട്ടേ ഇങ്ങനെ അങ്ങ് തോർത്തിങ്ങ് വലിച്ചെടുക്കാം. എന്തായാലും തോർത്ത് പോയി, കുഴപ്പമില്ല. എനിക്ക് തോർത്ത് പോയാലും വിടില്ല. കണ്ണിമാങ്ങ ഇത്രയും കിട്ടി. കിലോക്ക് എത്ര? അല്ല, കടയിൽ നിന്നാണെങ്കിൽ ഈയിടെ കണ്ണിമാങ്ങ വാങ്ങിച്ച് അത് മൂത്തതാ. കണ്ണിമാങ്ങ പരുവം കഴിഞ്ഞതാ. ഇത് പഴുക്ക്. കണ്ണിമാങ്ങ പരുവം കഴിഞ്ഞതാ. കിലോക്ക് എത്ര അത് പറ. കിലോ അവിടെ 100 രൂപയ്ക്കാ വാങ്ങിച്ച്. 100 രൂപ. എത്ര കിലോയ്ക്ക്? എത്ര കിലോ? എത്ര കിലോ 100 അല്ല. അതല്ല, ഞാൻ 1 കിലോ അല്ല 2 കിലോ. കടയിൽ നിന്ന് വാങ്ങിച്ചത് 1.5 കിലോ 200 രൂപയ്ക്കാ. 200. അപ്പൊ ഈ അത് നോക്കുകയാണെങ്കിൽ ഇതെന്ത് ലാഭം. കണ്ടത് അരച്ചാക്ക് ഇനി കൊണ്ട് നിറയ്ക്കാൻ. ബാ അമ്മേ, ബാ. മാക്സിമം ഇവിടെ ഒക്കെ തപ്പുക. അമ്മ എവിടെ വരെ പോയി അമ്മേ? തപ്പി എവിടെയാ തപ്പി? ഇവിടെ ഒക്കെ തപ്പിയോ? നോക്കട്ടെ. ഞാനിവിടെ തപ്പിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റ് സമയം കൊണ്ട് ഒരു മാങ്ങ എടുത്ത് കഴിച്ചു. നല്ല രുചി. പുളിയാ, കുഴപ്പമില്ല. തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് ഓർക്കണം. നമ്മളങ്ങനെ മാങ്ങയൊക്കെ സഞ്ചിയിലാക്കി വീട്ടിലോട്ട് വിടുക. കണ്ട അമ്മയുടെ കഴിക്കുന്നേ കണ്ട 5 കിലോയുടെ അരിച്ചാക്കിൽ അല്ലേ അമ്മേ? നമ്മളങ്ങനെ ഇനിയിപ്പോൾ വീട്ടിൽ പോകണം അല്ലേ? വീട്ടിൽ പോയി നീ എങ്ങനെയാ അതിൻ്റെയൊക്കെ വിധം ഒന്ന് പറ. ഇതെല്ലാം വെള്ളം ഇത് വഴി ബാ പറഞ്ഞോ. വെള്ളം ചൂടാക്കി ഉപ്പിട്ട് വെള്ളം ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതിനകത്ത് ഈ മാങ്ങ കുറേ ഇട്ടിരുന്ന് അഴുക്കെല്ലാം പോയി തേച്ച് വൃത്തിയാക്കി കഴുകിയെടുത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്ത് വെള്ളം തോരാൻ വെച്ച് വെള്ളമെല്ലാം ഉണക്കി എന്നിട്ട് ഭരണിക്കകത്തിട്ട് ഉപ്പുകല്ല് വാരിയിട്ട് മൂടിക്കെട്ടി വെക്കണം. തെരഞ്ഞു പറക്കി എടുക്കണം. ഇതിന്ന് നല്ലതേതാ? ഈ നമ്മുടെ ഞെടുപ്പുള്ളത് വേണം. ഞെടുപ്പ് അടവെല്ലാം മാറ്റിക്കളയണം. ഇപ്പൊ 2 സഞ്ചിയിലേക്കായി. ബാ ഒരു 2 ഇത് വഴി വാ. ഇങ്ങി ബാ. മറ്റേ വഴി അങ്ങ് ചീത്തയാ. ഇവിടെ എല്ലാം മാരും എല്ലാം വീണ്.
ആ ബാ നമുക്ക് വീട്ടിൽ പോകാം. അപ്പം നമ്മൾ ഇതും കൊണ്ട് ഇനി വീട്ടിൽ പോവാം അല്ലേ അമ്മേ? ബാ അമ്മേ. ഇനിയിപ്പം നമ്മൾ വീടിന് മുന്നിലോട്ടുള്ള റോഡിൻ്റെ അവിടെ വീട്ടിലോട്ടാ. നമ്മൾ എത്ര മണിക്കാണ് അമ്മേ വന്നത്? എത്ര മണിക്കാണ്? 2 മണിക്കൂർ. ഓ അന്നേരം പറക്കാൻ പോയ മാങ്ങയാ കണ്ടോ കുട്ടാ? അയ്യോ നോക്ക്, ഇതേക്കെ ഉണ്ടോ നല്ല മാങ്ങ നോക്ക. അയ്യോ എന്നാ മണം വന്നറിയോ ഈ മാങ്ങയ്ക്ക്, നോക്കിക്ക്. നല്ല മണമാണ്. കർപ്പൂര മാങ്ങയാ ഇത് കണ്ടോ, ഒരു മുറ നിറച്ച് കിട്ടി. ഇത് കണ്ടോ, ഈ സഞ്ചി 5 കിലോ അരിയുടെ സഞ്ചി ഇത് ഫുള്ളുണ്ടായിരുന്നു. അപ്പം ഇതൊരു മുറ നിറച്ചും ദേ ഈ കണ്ടോ, ഈ ഒരു ഉരുളി നിറച്ചും കിട്ടി. ഇനി ഇതിനകത്തു നിന്ന് കുറച്ച് ദേ ഇതുപോലെ അതുകൊണ്ട് ഇതുപോലൊക്കെ ഉള്ളതുണ്ട്, ഇതുപോലെ ഒക്കെ ഉള്ളതൊക്കെ ചെറുതൊക്കെ ചിലതൊക്കെ ഉണ്ട്. അതൊക്കെ പറക്കി മാറ്റിയാലും നമ്മൾ കുറേയൊക്കെ അങ്ങനത്തെ കളഞ്ഞിട്ട് എടുത്ത്. ഇത് മുക്കാലും എല്ലാം നല്ല മാങ്ങയാണ്, എല്ലാം 1-2 എണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ മോശം. അതുണ്ട് ഇതുപോലെ അതുണ്ട് ഈ ഞെട്ട് വാടിയത്, അങ്ങനെ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇതെല്ലാം പറക്കി കഴുകി എടുത്ത് വൃത്തിയാക്കി. ഇത് വെള്ളം ചൂടാക്കിയിട്ട് ചെറിയ ചൂടാക്കി ഉപ്പുകല്ലിട്ട് മഞ്ഞളും ഉപ്പുകല്ലും ഇട്ട് നല്ല വൃത്തിക്ക് ചൂടാക്കണം. പറമ്പിൽ മാവിൻ്റെ ചവിട്ടി കിടന്നതല്ലേ. എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇരുന്നിട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി എടുത്തിട്ട് ഇതിലെ വെള്ളമെല്ലാം തുടച്ച് ഉണക്കി എന്നിട്ട് ഭരണിക്കകത്ത് ഇട്ട് ഉപ്പുകല്ലും വാരിയിട്ട് അങ്ങ് വെച്ചിരുന്നാൽ കണ്ണിമാങ്ങ അച്ചാറിടാം നല്ല പരുവത്തിന്. പിന്നെ ഒരു 10-15-20 ദിവസം ആകുമ്പോൾ ഇത് നല്ല ചൊക്കി. ഇതൊന്നും ഇത്രേ കാണും. ഇത് ഉണങ്ങുമ്പം ദേ ഇത്രേ കാണത്തുള്ളൂ. ഇതുപോലെ പരുവാകും. ഇതുപോലെ അങ്ങ് കുഞ്ഞാകും, ഉണങ്ങി ചൊക്കി ഇപ്പം അങ്ങ് ഇതാകും. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഉണങ്ങ കണ്ണിമാങ്ങ അച്ചാറിടാനായിട്ട് ഉപ്പിനകത്തിട്ട് വെച്ചതൊക്കെ ഇങ്ങനെ ചൊക്കി തുടങ്ങി. ഉണ്ടോ, ഇതിങ്ങനെ ഫ്രഷാക്കി. അയ്യോ എന്ത് സന്തോഷമാണേ നോക്ക. അയ്യോ കടയിൽ നിന്ന് ഈയിടെ പിന്നെ 2.5 കിലോ അല്ല 1.5 കിലോ കണ്ണിമാങ്ങ 200 രൂപയ്ക്ക് മേലാണ്. 250 എങ്ങാണ്ട് രൂപ 240 രൂപ എങ്ങാണ്ട് വാങ്ങിച്ചവർ. പക്ഷെ അത് കണ്ണിമാങ്ങയല്ല, ചിലതൊക്കെ എടുത്തപ്പോൾ അത് ആരുണ്ട് വലിപ്പമുള്ള മറ്റെന്തോ മാങ്ങയാണ്. ഇത് പക്ഷേ ഒറിജിനൽ കണ്ണിമാങ്ങ. ഇതാ കണ്ണിമാങ്ങ. ഇതെല്ലാം ഉണക്കി നമുക്ക് അച്ചാറിടാം. അപ്പോഴേ നമ്മളെ വെറുതെ നടക്കാൻ ഇറങ്ങിയോണ്ട് എന്ത് സന്തോഷമാണെന്നറിയോ. ഇത്രയും മാങ്ങ കിട്ടിയില്ലേ, വെറുതെ നടക്കാൻ പോയതാ, ഇത്രയും മാങ്ങ കിട്ടിയില്ലേ. എല്ലാവരും അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ? ഞങ്ങൾ അമ്മയും മോനും കൂടെ ഒരു കൊച്ചു വീഡിയോ ചാനൽ തുടങ്ങിയതാ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. മോശം കമൻറ്റൊക്കെ മോശം അഭിപ്രായങ്ങളുണ്ട് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ അമ്മയും കുഞ്ഞും മോനും കൂടെ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും. ഇഷ്ടമുള്ളവരൊക്കെ കാണണം, കണ്ട അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് വരാൻ കൂട്ടാ. വേറൊരു വിഷയമായിട്ട് പരിചയപ്പെടാം. ശരി.